ശരത്ത് ഇന്നലെ ഞങ്ങൾ അവസാനിപ്പിച്ച് പോകുമ്പോൾ 12 മണിയാണ്. അതിലല്ല പ്രശ്നം. ഈ ബോഡി ഓരോ കുഴിയുമെടുത്ത് ബോഡി പാർട്സ് എല്ലാ മര്യാദകളോടും എല്ലാ സർവമത പ്രാർത്ഥനകളോടും ആദരവോടും കൂടി കൊണ്ടുപോയി വെച്ചു എന്ന് മാത്രമല്ല, ഓരോ കുഴിക്കും ഓരോ ഉദ്യോഗസ്ഥനും സന്നദ്ധ പ്രവർത്തകരും ചുമതലക്കാരായി എന്ന് മാത്രമല്ല, ഈ കുഴിയിലേക്ക് വെക്കുമ്പോൾ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു നമ്പർ ആ ബോഡിയോട് ചേർത്ത് വയ്ക്കും. ആ ബോഡി കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ആ ബോഡിയിൽ നിന്ന് നമ്പർ പോകാതിരിക്കാൻ ഒരിക്കലും ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് കവറിൽ നമ്പർ ഇട്ട്, പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്പർ ഇട്ട് അവിടെ വയ്ക്കും. വീണ്ടും സകല വിശ്വാസത്തോടും കൂടി ആ കുഴി മൂടിയാൽ അതിന് പുറത്തൊരു പോസ്റ്റ് സ്ഥാപിച്ച് ആ DNA ക്രമനമ്പർ അവിടെയും രേഖപ്പെടുത്തും. എന്തിനു വേണ്ടിയാണിത്? ഇവരുടെയൊക്കെ രക്തസാമ്പിളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ പോയവർ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ. കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ അറിയുക, എൻ്റെ അച്ഛനാണ് മരണപ്പെട്ടത്, എൻ്റെ അച്ഛൻ്റെ കൈയാണ്, കാലാണ്, അവയവമാണ് പോയത്, അമ്മയുടെ അവയവമാണ് പോയത്. അങ്ങനെ തോന്നുമ്പോൾ അയാൾക്ക് വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആ സ്ഥലമുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നടത്താൻ, വേണമെങ്കിൽ ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ അവർക്ക് ഒരു സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അത് കൃത്യതയോടെ നമ്മൾ കാത്തു വച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു സഹോദരന്, സഹോദരിക്ക് എൻ്റെ അച്ഛൻ്റെ മൃതശരീരം, അമ്മയുടെ ശരീരം, മകൻ്റെ ശരീരം, മകളുടെ ശരീരം, സഹോദരൻ്റെ ശരീരം, സഹോദരിയുടെ ശരീരം ഞാനുണ്ടായിരുന്നെങ്കിൽ എത്ര പുണ്യതയോടുകൂടി സംസ്കരിക്കുമായിരുന്നു എന്ന പ്രയാസമുണ്ടാകാത്ത വിധം അത്രയും അവർ തന്നെ നേരിട്ട് വന്നതുപോലെ ഇന്നവിടെ ഇന്നലെ അവിടെ അണിചേർന്ന നൂറുകണക്കിന് ആളുകളുടെ ആരുമല്ല അവർ, കണ്ടിട്ട് പോലുമില്ല, എന്താണ് കൊണ്ടുപോയി വെക്കുന്നതെന്നറിയില്ല. എങ്കിലും 2 കൈകളിൽ അത് കൊണ്ടുപോയി അത് സ്വന്തപ്പെട്ടവരുടെ മൃതശരീരമാണെന്ന് തിരിച്ചറിവോടെ വയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്നലെയൊക്കെ കുത്തിയൊലിക്കുന്ന മഴയുടെ നടുവിൽ ടർപ്പാള പലർ ചേർന്ന് പിടിച്ച്, അങ്ങനെ പിടിച്ചവരിൽ ഇന്നലെ വരെ കണ്ടാൽ മിണ്ടാത്ത യുവജന സംഘടനാംഗങ്ങളുണ്ടായിരുന്നു. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നോക്കിയില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളിവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഉന്നയിക്കുന്ന ഗവൺമെൻറ് എന്ന സങ്കല്പം 3.5 കോടി മലയാളികളുടേതാണ്. അത് 99 അംഗ ഭരണപക്ഷത്തിൻ്റെയോ 41 അംഗ പ്രതിപക്ഷത്തിൻ്റെയോ അല്ല, 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളിയുടെ പൊതുപ്രതീകമായ ഗവൺമെൻറ് ഞങ്ങളെല്ലാവരും ഞങ്ങളേൽപ്പിച്ച ചുമതലകൾ എന്ന നിലയിൽ നിർവഹിക്കുകയാണ്. അതിലൊരു പ്രത്യേകതയൊന്നുമില്ല. ഞങ്ങൾ ഈ പണി ചെയ്യാൻ ഇപ്പോൾ ഏൽപ്പിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ, ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ, അവരുടെയൊക്കെ വലിയ ഇടപെടലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ മുമ്പിൽ ഒരു ഇക്കയുണ്ട്. അദ്ദേഹം ഈ മരണത്തിൻ്റെ ആദ്യ ബില്ല് കേട്ടത് മുതൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നത്, അദ്ദേഹം നിൽക്കുന്ന കടയ്ക്ക് താഴെയുള്ള വീട്ടിൽ നിന്ന് എപ്പോഴും ചായ ഉണ്ടാക്കി, ആദ്യം ഒരു ഫ്ലാസ്കിലായിരുന്നു, ഇപ്പോൾ വലിയ കെറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട്, എപ്പോഴും അത് കൊണ്ടുവന്ന് വരുന്നവരെ മുഴുവൻ വിളിച്ചിരുത്തി കൊടുത്തു വിടുക. അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ഡ്യൂട്ടി അതാണ്. ഈ പ്രവർത്തനത്തിൽ, ഈ രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം അതാണ്. അദ്ദേഹം ആ ദൗത്യം നിർവഹിക്കുകയാണ്. ആരും ആരോടും ചുമതലപ്പെടുത്താതെ ഇവരെല്ലാം അവരവരുടെ ദൗത്യങ്ങളിൽ പങ്കാളിയാകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മിഷൻ, കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മിഷൻ, അതിൽ അവരവരുടെ ഭാഗം കൃത്യമായി നിർവഹിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു തരത്തിലും വരിതെറ്റാത്ത, ഒരു ഗ്യാപ്പുമില്ലാത്ത വിധത്തിലുള്ള ദുരന്ത നിവാരണ രംഗത്തെ പൊതുവായ നമ്മുടെ സാന്നിധ്യം.